ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ ഞാനൊരു സ്റ്റോറി പറഞ്ഞിരുന്നു. സ്റ്റോറി അബൌട്ട് മീഡിയേഷൻ. അവിടെ അങ്ങ് മദ്രാസിൽ മീഡിയേഷൻ ചെയ്ത സമയത്ത് ഒരു വീട് ഇങ്ങനെ ഭാഗം ചെയ്യാൻ പറ്റാത്ത ഒരു പ്ലോട്ടിലുണ്ടായിരുന്ന വീടിനെ പറ്റി ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ്, നല്ല കമൻറ്റ് തന്നെയാണ്. അവർ പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ഈ സിറ്റീസിലുള്ള പ്ലോട്ട്സിനൊക്കെ ഭയങ്കരമായിട്ട് വില കൂടും അല്ലേ, ഭയങ്കരമായിട്ട് വില കൂടും. കുഞ്ഞു പ്ലോട്ടാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടികളൊക്കെ വില വരുന്ന പ്ലോട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് സ്റ്റേക്കുള്ള പെൺമക്കൾക്കും ആഗ്രഹം വരും. ഓക്കെ, സ്വാഭാവികം. അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ്സിന് ആഗ്രഹം വരും. ഇത് എപ്പോഴും അങ്ങനെ തോന്നുന്നതാണ്. കാരണം വെറുതെ കിട്ടുന്നതല്ലേ, ഞങ്ങളുടെയും കൂടെ അച്ഛനും അമ്മയല്ലേ, ആരും വിട്ടുകൊടുക്കും? ആരും വിട്ടുകൊടുക്കില്ല. ഇതവിടെ നിൽക്കട്ടെ, ശരി. സിറ്റീസിലെ പ്ലോട്ടിൻ്റെ കാര്യം അങ്ങനെ നിൽക്കട്ടെ. നിങ്ങളൊരു ഗ്രാമത്തിലെ പ്ലോട്ട് എടുക്കൂ. ഗ്രാമത്തിലെ പ്ലോട്ട് എന്ന് പറയുമ്പോൾ അവിടെ സിറ്റിയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തുലോം വിലക്കുറവായിരിക്കും അല്ലേ. അപ്പോൾ സിറ്റിയിലുള്ള പ്ലോട്ടിന് ഉള്ള സ്ത്രീയുടെ കല്യാണം നടത്തുന്ന സമയത്ത് 100 പവൻ കൊടുത്ത് കല്യാണം കഴിച്ചു എന്നിരിക്കട്ടെ. അതേ സമയം തന്നെ വില്ലേജിലുള്ള പെൺകുട്ടിയുടെ കല്യാണവും 100 പവനോ അതിൽ കുറച്ചുകൂടെ 100 125 പവൻ കൊടുത്ത് കഴിച്ചു എന്നിരിക്കട്ടെ. നിങ്ങൾ പറയുന്നത് ഈ പ്ലോട്ടിൻ്റെ ആനുപാതികമായിട്ട് റേഷ്യോ അനുസരിച്ച് പെൺകുട്ടിക്കും കൊടുക്കണമെന്നാണോ? അത് ന്യായമാണോ? ഒരിക്കലും ന്യായമല്ല. കാരണം ആ സമയത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 50 വർഷം മുമ്പെന്ന് ഇരിക്കട്ടെ, ആ പ്ലോട്ടിൻ്റെ വാല്യൂവിന് 10 ലക്ഷമായിരിക്കും. ഏത് സിറ്റിയിലെ പ്ലോട്ടിൻ്റെ 10 ലക്ഷം ആയിരുന്ന ആ പ്ലോട്ടിന് 50 വർഷം മുമ്പ് ഈ 5 സെൻറ്റിൽ 1 സെൻറ്റായിട്ട് വിറ്റിട്ട്, അല്ലെങ്കിൽ 1.5 സെൻറ്റായിട്ട് വിറ്റിട്ട് മകളുടെ വിവാഹം കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുക? അവിടെ ഇരിക്കുന്ന ആ ബ്രദേഴ്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ നീക്കിയിരിപ്പിന്നോ എല്ലാം എടുത്തിട്ട് ഈ കുട്ടിക്ക് ആ സമയത്ത് കൊടുക്കുകയാണ്. അവർ ബ്രാഹ്മിൻ സ്ത്രീയാണ് കേട്ടോ, ഞാൻ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ വെള്ളി, പിന്നെ കുറച്ച് ഡയമണ്ട്സ്, ഇതൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അത്രയൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും ഈ പ്ലോട്ടിൻ്റെ 1.5 സെൻറ്റിൻ്റെ വില ഓൾറെഡി ആ കല്യാണത്തിന് ചിലവാക്കിയിട്ടുണ്ടാവും. അതും അതിൽ കൂടുതലും ചിലവാക്കിയിട്ടുണ്ടാവും. കാലങ്ങൾ പോകെ 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 പ്ലോട്ടിന് വില കൂടി വരുമ്പോൾ നിങ്ങൾ പറയുന്ന ഈ ആൺമക്കൾ 2 പേരുള്ളവർ, ബാലൻസ് ഉള്ളവർ കൂടെ കയ്യിൽ നിന്നെടുത്ത് ആ മകൾക്ക് 1/3 കൊടുക്കണം എന്നാണോ? ദിസ് ഈസ് അട്രോഷ്യസ്. അത് ഇവർ പണിയെടുത്തുണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ വരും തലമുറയ്ക്കല്ലേ വേണ്ടത്? ആലോചിച്ച് നോക്കൂ, ശരിയാണോ അത്? ഇതേ കാര്യം തന്നെ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെ അച്ഛനും അമ്മയും ഡിസൈഡ് ചെയ്ത് എഴുതി വെക്കണമായിരുന്നു. വിൽപ്പത്രമായിട്ട് എഴുതി വയ്ക്കണം. അപ്പോൾ അവിടെ ഒരമ്മയുണ്ടേ, അച്ഛൻ മരിച്ചു പോയി കഴിയുമ്പോൾ ആ അമ്മയ്ക്ക് പേടിയോ, അയ്യോ വിൽപ്പത്രമൊക്കെ എഴുതി വെച്ച് ഇതുങ്ങൾ എന്നെ തലയിൽ എന്നെ പുറത്താക്കിയാലോ, ഇതാണ് ചിന്ത. ആൺമക്കളെ വിശ്വാസമില്ല. പിന്നെ എങ്ങനെയാണ് ആൺമക്കളെ വിശ്വാസമില്ല, പിന്നെ മകൾക്ക് കൊടുത്ത് അയക്കുകയും ചെയ്തു എന്നവർ പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ വിൽപ്പത്രം എഴുതി വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൂടെ? അതിനകത്ത് സ്വന്തമായിട്ട് എഴുതി കൊടുത്തില്ലെങ്കിൽ അത് പിന്നെയും ചാലഞ്ച് ചെയ്യും, അത് വേറെ വിഷയം. ബട്ട് അടുത്തത്, ഞാൻ സിറ്റിയിലെ കാര്യം പറഞ്ഞു, ഇപ്പോൾ ഇനി വില്ലേജിലെ കാര്യം പറയട്ടെ. വില്ലേജിൽ അന്നൊക്കെ പണ്ട് ഈ 50 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള കഥയാണ് ഞാൻ പറയണേ. ആരെങ്കിലും സ്ഥലം വാങ്ങിച്ചു കൂട്ടുമോ? പൈസയില്ല. എന്താന്ന് വെച്ചാൽ ഇന്ത്യ തന്നെ ഒരു ശിശുവാണ് ആ സമയത്ത് നമ്മുടെ റിസർവ് ബാങ്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പണം ഇറക്കാൻ അച്ചടിച്ച് ഇറക്കി അതൊക്കെ തുലനം ചെയ്ത് വരുന്നതേ ഉള്ളൂ. വളരെ ബാല്യത്തിലാണ് ഇന്ത്യയുടെ ഗവൺമെൻറ്. ആ സമയത്ത് ഇന്ത്യ തന്നെ എന്താ പറയണത്, ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ്. ആരും സ്ഥലം വാങ്ങിച്ച് കൂട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള അത്ര പണമില്ല എല്ലാവരുടെയും കയ്യിൽ. ഒരു ചിലരുടെ കയ്യിൽ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഉള്ളവർക്കുണ്ടായിരിക്കാം. അപ്പോൾ ഉള്ള പ്ലോട്ടിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ജോലി കിട്ടിപ്പോകുന്ന ഒരാൾ അത് ഏറ്റെടുത്ത് ബാക്കി അവിടെയുള്ള ആൾക്കാർക്ക് വീതം കൊടുക്കലാണ് പതിവ് കേട്ടോ. അങ്ങനെ കൊടുത്ത് അപ്പോൾ സിസ്റ്റേഴ്സിനൊക്കെ എങ്ങനെയായിരിക്കും കൊടുക്കുക? അവരുടെ ആനുപാതികമായിട്ടുള്ള സ്വത്തിനനുസരിച്ചുള്ള ഗോൾഡ് കൊടുത്തയക്കും അല്ലേ? അങ്ങനെയല്ലേ ചെയ്യാം? ആ സമയത്ത്
ഗോൾഡിനായിരുന്നു വില കൂടുതൽ. 50 വർഷം മുമ്പ് ഗോൾഡ് വാങ്ങിക്കാനായിട്ട് ഇവരുടെ വീതമായിട്ടുള്ള എത്രയാ 1/3 ഒക്കെ എടുത്താലും ഗോൾഡ് വാങ്ങിക്കാൻ പറ്റില്ല. അത്രയും ഗോൾഡ് വാങ്ങിക്കാൻ പറ്റില്ല. കുറച്ച് വില വളരെ നാമമാത്രമായിട്ടേ കിട്ടുള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ട് ഈ ബ്രദേഴ്സ് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് 60 വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ 50-55 വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കേസ് കൊടുക്കുന്നത് ന്യായമാണോ? ന്യായം എന്ന് തന്നെയല്ല, അതൊക്കെ അവരുടെ പേരിലേക്ക് അവരുടെ അച്ഛനൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ സിസ്റ്റേഴ്സിന് എങ്ങനെ മനസ്സ് വരുന്നു? ഞാനിതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റും കൂടിയാണ് ചോദിക്കുന്നത്. അതിലൊരാൾ പറയണ്ടായിരുന്നു, സിറ്റിയിലൊക്കെ അങ്ങ് വില കൂടിയിട്ടുണ്ടാവും മാഡം, സോ നമ്മളത് വിറ്റിട്ടാണ് ആ പെൺകുട്ടനെ കല്യാണം കഴിച്ചതെന്ന് വിചാരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രാഹ്മിൻ ലേഡിയെ അങ്ങനെ വിറ്റിട്ട് ഒരു 1.5 സെൻറ്റ് വില കടയ്ക്കോ ഒക്കെ വിറ്റിട്ടാണ് കഴിച്ചതെങ്കിൽ പിന്നെയും ഈ കുട്ടി വന്ന് ചോദിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പോട്ടെ, മൊത്തം ആ പ്ലോട്ട് വിറ്റിട്ട് അപ്പോഴേ അച്ഛനും അമ്മയും 2 ബ്രദേഴ്സിനോടും പറയുകയാണ് ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ പോയി കൂടിയിട്ടുണ്ടെങ്കിലോ? അപ്പം നിങ്ങൾക്ക് കിട്ടുമായിരുന്നോ ഇത്? അപ്പം ഇവരിത് കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണോ അവരുടെ തെറ്റ്? ഇതെല്ലാം ഒന്ന് കണ്ണ് തുറന്ന് ചിന്തിക്കുക കേട്ടോ. മാതാപിതാക്കൾ ഇപ്പോൾ എന്നെ കേൾക്കുന്ന, അതെ എൻ്റെ വയസ്സുള്ള മാതാപിതാക്കളോട് ഞാൻ പിന്നെയും പറയാണ്, മകനെയും മകളെയും ഒരേപോലെ കാണൂ. മകൻ്റെ കയ്യിൽ നിന്നെടുത്ത് മകൾക്ക് കൊടുക്കുകയാണെങ്കിൽ രേഖയുണ്ടാക്കൂ. മകള് വന്ന് പിന്നെയും വന്ന് നിങ്ങളുടെ കാലങ്ങൾക്ക് ശേഷം ആ മോനെ വന്ന് ബുദ്ധിമുട്ടിക്കും. നിങ്ങൾക്ക് മിക്കവാറും ആളുകൾക്ക് ആൺമക്കളോട് കുറച്ചൊരു ഇഷ്ടം കൂടുതലുണ്ട്. ചില ആളുകൾക്ക് പെൺമക്കളോടായിരിക്കും കൂടുതൽ ഇഷ്ടം. ഇതൊക്കെ എന്ത് റേഷ്യോ ആണെന്നൊന്നും എനിക്കറിയില്ല. കാരണം അപ്പം എൻ്റെ അമ്മ പറയുന്നത് എനിക്ക് ഒരു മകളുള്ളതുകൊണ്ടാണ് നീ ഇങ്ങനെ ചിന്തിക്കുന്നത്. ബട്ട് സ്റ്റിൽ മേ ബി ആയിരിക്കാം. 2 മക്കളാണെങ്കിൽ എനിക്കും എൻ്റെ ചിന്തകൾ എങ്ങനെയാവുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, പലയിടത്തും ഒരു പാട്രിയാർക്കൽ മനോഭാവം ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ആൺമക്കളോടൊരു ചായ്വ് ഉണ്ടായിട്ടുണ്ട് ചിലയിടത്ത്. പക്ഷേ അങ്ങോട്ട് തിരുവിതാംകൂർ അങ്ങോട്ടൊക്കെ വരുമ്പോൾ പെൺമക്കളാണെല്ലാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെയുള്ള സ്ത്രീകൾക്ക് ഭയങ്കര അവിടെ മാട്രിയാർക്കിയാണ്. അവിടെ ഭയങ്കര അവർ അധികവും റൂൾ ചെയ്താണ് അവർക്ക് ശീലം ഈ സ്ത്രീകൾക്ക്. അപ്പോൾ അവരുടെ റൂളിങ് ഇത് ബ്ലഡിൽ കിടക്കുന്നതുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്ന മരുമക്കളുടെ കാര്യം കട്ട പുക. കാരണം അവർ അംഗീകരിക്കില്ല. ആ സ്ത്രീകൾക്ക് ഈ വരുന്ന മരുമക്കളെ കുറച്ച് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് കുറച്ച് മാറി വരുന്നുണ്ട്. പക്ഷെ അതിന് അവർ ജെനറ്റിക്കലി അങ്ങനെ ട്യൂൺഡ് ആയതുകൊണ്ടുണ്ടല്ലോ, ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പോൾ ഇത് ഇന്നലത്തെ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു അനുബന്ധം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഈക്വലായിട്ട് മാതാപിതാക്കൾ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർക്ക് കൊടുത്ത ഗോൾഡും കൂടി കണക്കിലാക്കിയിട്ട് പിന്നെയുള്ള ബാക്കിയുള്ള എമൗണ്ടേ എന്താ പറയുക ഇവർക്ക് അവകാശമുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെയും എന്നോട് ചോദിച്ചാൽ അച്ഛനും അമ്മയും നോക്കുന്നവർക്ക് ഒരിത്തിരി കൂടുതൽ കൊടുക്കണമെന്ന് ഞാൻ പറയും. പിന്നെ ഈ ചിലർ പറയണ്ടായി ഒരു മകന് തീരെ ഇല്ല അപ്പോൾ അവന് കൂടുതൽ കൊടുക്കണം. അതിൻ്റെ ആവശ്യമില്ല. എന്തിനാണത്? അവനെയും പഠിപ്പിക്കാൻ അച്ഛനമ്മമാർ റെഡിയായിരുന്നു, അവനും പഠിക്കേണ്ടതായിരുന്നു. അത് അവൻ്റെ ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ചൊക്കെ കുറയും അല്ലേ? പിന്നെ അവരുടെ ഇന്നലെ പറഞ്ഞ സഹോദരന്മാരില്ലേ, അമേരിക്കയിൽ നിന്ന് വന്ന ആൾ, ജർമ്മനിയിലൊക്കെ ഉള്ളവർ, അവർ വിട്ടുകൊടുത്തില്ലേ? അതുപോലെ മഹാമനസ്കതയോടെ വിട്ടുകൊടുക്കുമ്പോൾ കൈനീട്ടി സ്വീകരിക്കുക, അതേ ഉള്ളൂ നിവൃത്തി. ആ കൈനീട്ടി സ്വീകരിക്കുന്നവൻ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവനുമായിരിക്കണം കേട്ടോ. ഇത്രയൊക്കെയാണ് എനിക്ക് കുടുംബങ്ങളെ പറ്റി പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് ഈ കമ്മലിനെ പറ്റിയാണ്. ഇതെല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ടാവും. ഇത് വന്നിട്ട് ബോംബെയിലുള്ള ഒരു സ്റ്റോറിൽ നിന്ന് മേടിച്ചുകൊണ്ടെന്നാണ് എൻ്റെ മോള്. അതിൻ്റെ ഇത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാവരെയും കാണിക്കാനായിട്ട്. അയ്യോ ഇതാ ഭവ്യ രമേശ് എന്നാണ് കേട്ടോ. കാരണം ഇത് കണ്ടു കഴിയുമ്പോൾ എല്ലാവരും നടിയിൽ ചോദിക്കും, കൊച്ചുകുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിങ്ങനെ അവരുടെ എന്തോ ഒരു ഡിസൈനർ സ്റ്റോറാണ്, അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നത് എനിക്ക് ഗിഫ്റ്റായിട്ട്. ഞാനിപ്പോൾ അത് അവൾക്ക് കൊടുക്കുന്നത് ഇങ്ങനെ ഊരാൻ നോക്കും, എന്നിട്ട് ഇങ്ങനെ ഇടാൻ നോക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണമല്ലോ എന്നോർത്ത് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ, ഒന്ന് എൻഗേജ്ഡ് ആകാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ സ്റ്റോറി. അപ്പോൾ ചില ആളുകളൊക്കെ അല്ലേ മക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോൾ പൊന്നുകൊണ്ട് മൂടിയിട്ട് അയക്കുന്നത്. അത് അവരുടെ ഇഷ്ടം. ഒരുപാട് പൊന്നും പണവും ഒക്കെ കൊടുത്ത് അയക്കുന്ന പെൺകുട്ടികൾ വീട്ടിൽ തിരിച്ചു വരുന്നുമുണ്ട് വെറും കൈയോടെ. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഇത് കൈകാര്യം ചെയ്യാനുള്ള ധൈര്യമുണ്ടോ അല്ലെങ്കിൽ ബോധമുണ്ടോ എന്നൊക്കെ അറിയണം. ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എല്ലാ ദിവസവും ഓരോ സീരീസ് പോലെ 1 മിനിറ്റ് ഞാൻ പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം പണം കൈകാര്യം ചെയ്യേണ്ടത്. എൻ്റെ അറിവിലുള്ളത് എല്ലാവരും അത് എടുക്കണമെന്നില്ല.
പക്ഷേ പണം കൈകാര്യം ചെയ്യാൻ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ? നമുക്കത് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു 25 വർഷമൊക്കെ കഴിഞ്ഞിരുന്നിട്ട് അയ്യോ അന്ന് അങ്ങനെ ചെയ്യായിരുന്നു എന്നിങ്ങനെ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൈവിട്ട് പോയാൽ ഈ പറഞ്ഞ പോലെ ഈ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ല. കൈവിട്ട് പോയ വാക്കും അതെ അതുപോലെ തന്നെ ആന പിടിച്ചാൽ കിട്ടില്ല അല്ലേ? കഴിഞ്ഞു പോയ സമയവും ആന പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോഴേ 100 വട്ടം ആലോചിക്കണം. ആർക്കെങ്കിലും സഹായിക്കുകയോ അല്ലെങ്കിൽ പണം കൊടുക്കുകയോ അല്ലെങ്കിൽ ഗോൾഡ് പണയം വയ്ക്കാൻ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ 1000 വട്ടം ആലോചിച്ചോളൂ. നിങ്ങളത് എന്തിനാണത് ചെയ്യുന്നത്? നിങ്ങളത് ചെയ്യാൻ ബാധ്യസ്ഥരാണോ? നിങ്ങളുടെ നന്മ മറ്റുള്ളവർ മുതലെടുക്കുകയാണോ? ഇതെല്ലാം ആലോചിച്ചോളൂ കേട്ടോ. ഒരിക്കലും നമ്മൾ വിഡ്ഢികളാകാൻ പാടില്ല. നോ പറയാൻ പഠിക്കുകയും വേണം. ചില സമയത്ത് എനിക്കും പറ്റാറുണ്ട്, നോ പറയാൻ പറ്റാറില്ല. നമ്മളോടുള്ള സ്നേഹം കാണുമ്പോൾ നമ്മൾ അയ്യോ നല്ല മനുഷ്യരല്ലേ എന്നിങ്ങനെ വിചാരിക്കും. എല്ലാവരും നല്ല മനുഷ്യരൊക്കെ തന്നെയായിരിക്കും, അല്ലാന്നല്ല ഞാൻ പറയുന്നത്, അവരുടെ അവസ്ഥ കൊണ്ട് ചോദിക്കുന്നതായിരിക്കും. ഗോൾഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. കാരണം നിമിഷം പ്രതിയാണ് അതിന് അതിന് എന്താ പറയുക വാല്യൂ ഏറിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ഗോൾഡ് എന്ന് പറയുന്നത് അമേരിക്ക എത്രത്തോളം ഗോൾഡ് എടുത്ത് വെക്കുന്നുവോ അത്രത്തോളം ബാക്കിയുള്ള സാധനങ്ങൾക്ക് വില കൂടുന്തോറും അവരവിടെ വില കൂട്ടും എന്നല്ലേ പറയുന്നത്. പെട്രോളിന് വില കൂട്ടി അതിനും വില കൂട്ടും. കാരണം അതിൻ്റെ വില അനുസരിച്ചാണ് ഇവർ ഈ വിനിമയം നടത്തുന്നത്. ഗൾഫ് കൺട്രീസിലേക്കൊക്കെ ഗോൾഡ് ബുള്ളിയനായിട്ടൊക്കെയാണല്ലോ അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതൊക്കെ വലിയ വലിയ ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ് ഓർ ആനുകാലികങ്ങളൊക്കെ വായിക്കുന്നവർക്ക് അറിയാം ഇത് എങ്ങനെയാണ് ഈ ഏറ്റക്കുറച്ചിലുണ്ടാകുന്നതെന്ന്. പെട്രോളും ഗോൾഡുമായിട്ടുള്ള വിനിമയം കാരണമാണ്. പക്ഷെ അതെന്നും ഉണ്ടാകുകയും ചെയ്യും. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പലായനം നടന്ന സമയത്തെ, അതായത് നമ്മുടെ ഇന്ത്യ വിഭജിച്ച സമയത്ത് പാകിസ്ഥാൻ അങ്ങേയറ്റൊക്കെ ഉള്ള ആളുകളെല്ലാം അവിടെ നിന്ന് വലിയ വലിയ കൂജകളിലൊക്കെ ഗോൾഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മൂമ്മമാരൊക്കെ. അതൊക്കെ എടുത്തിട്ടാണ് ഇന്ത്യക്ക് രായ്ക്ക് രാമായണം ഓടി വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കൊണ്ടുവരാൻ എളുപ്പമായിരുന്നു. ആ ഗോൾഡ് വന്നിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു. അത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ സ്ഥലം വാങ്ങിച്ച് അവർ ജീവിക്കുകയുണ്ടായി എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ബംഗ്ലാദേശിൽ നിന്നും ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മൂവ്മെൻ്റ് ആയിരുന്നില്ലേ? ഹിന്ദുസും മുസ്ലിംസും ബാർട്ടർ പോലെ മൂവ്മെൻ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഹിന്ദുസ് ഇങ്ങോട്ട് ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും ഇങ്ങോട്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര എന്താ ഈ ഗോൾഡിനൊക്കെ എന്തൊരു ഡിമാൻഡായിരുന്നു ആ സമയത്ത്. അതങ്ങനെ എടുത്തു വെച്ച അമ്മമാരുടെ കാലം എന്നാലോചിക്ക്. ബുദ്ധിരാക്ഷസികളായിരുന്നിരിക്കും അല്ലേ സ്വരുകൂട്ടി വെച്ചിരുന്നത്. ഒരുപാട് ആളുകൾ അങ്ങനെയല്ലേ വെൽത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോൾഡ് വഴി. അപ്പോൾ നമ്മൾ ഗോൾഡ് ഒരു പൊട്ട ഇൻവെസ്റ്റ്മെൻറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. കൂടുതലായിട്ട് നമ്മൾ ആഭരണങ്ങളിലായിട്ട് ശേഖരിച്ച് വെക്കുന്നതുകൊണ്ടായിരിക്കാം അത് പൊട്ട ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പലരും പറയുന്നത്. കാരണം അതിനകത്ത് പണിക്കുറവ്, പിന്നെന്താണ് പണിക്കൂലി എന്നൊക്കെ പറഞ്ഞിട്ടേ കുറേ അവരടിക്കും ഈ ഇടയിൽ നിൽക്കുന്ന മെർച്ചൻസ്. അതുകൊണ്ടാണ് ഗോൾഡിൻ്റെ വിലകൾ ഇങ്ങനെ അസാധാരണമാ വിധമല്ലേ ഏറി വരുന്നത്. നമുക്കൊരു പക്ഷേ ഇനിയിപ്പോൾ ചിന്തിക്കാൻ പറ്റുമോ അല്ലേ, 60,000 രൂപയോളം പെർ സോവറിൻ ഒരു പവന് കൊടുക്കണം. എന്നാലും ഇത് ഇടാനും ഇതൊക്കെ ഒന്ന് അണിഞ്ഞ് നടക്കാനും ഒക്കെ ഏതൊരു പെണ്ണിൻ്റെയും ആഗ്രഹമല്ലേ അല്ലേ. പിന്നെ ഇപ്പോൾ കണ്ടിട്ടില്ലേ യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ ആണെങ്കിൽ അവരങ്ങനെ ഇടാറില്ല. പക്ഷെ എന്നാലും ഒരു ഡയമണ്ട്സ് ഇടും. അവരധികം അവരുടെ സ്കിൻ കളറിന് ഈ ഗോൾഡ് മഞ്ഞച്ചിരിക്കുന്നത് അവർക്ക് ചേരില്ല. അതാണ് അവരങ്ങനത്തെ കല്ലുകളിലേക്ക് ആകൃഷ്ടരാകുന്നത് അല്ലേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് കുറച്ചൊക്കെ ഇടാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഒരുപാട് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നതും ഇഷ്ടമല്ല. പിന്നെ ഇന്നത്തെ കാലത്ത് കാലം മാറിപ്പോയി. നമ്മൾ റോഡ് ഗോൾഡ് ഇട്ടിട്ട് നടന്നാലും ആളുകൾ വിചാരിക്കും അയ്യോ ഇവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ വല്ല കള്ളന്മാരും കയറി കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും കൂടെ ഇനി അതൊക്കെ കുറയ്ക്കുകയാണ് നല്ലതല്ലേ. പിന്നെ പെൺകുട്ടികളുടെ ആഗ്രഹമല്ലേ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ നല്ലത്. ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. എപ്പോഴും ഡെക്കപ്പായിട്ടിരിക്കുന്നത് തന്നെയാണ് എനിക്കും ഇഷ്ടം. ഞാനും എല്ലാവരോടും അത് തന്നെ പറയുന്നത്. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെയർ ചെയ്യാനൊക്കെ പെൺകുട്ടികൾ ശ്രദ്ധിക്കണം കേട്ടോ. സോ അമ്മമാരായിരിക്കും ഇത് കേൾക്കുന്നത്. പക്ഷെ അവരോട് പറയാം, നോക്കൂ ഇതിലൊന്ന് നോക്കുക, ആൻറ്റിയുടെ കമ്മലൊന്ന് പോയി നോക്കുമോളെ എന്ന് പറയാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും എൻ്റെ വീഡിയോസ് ഒന്ന് വന്ന് കാണട്ടെ അല്ലേ. സോ ഈ പ്രോപ്പർട്ടി, ഗോൾഡ് എന്നിവയെല്ലാം വന്നിട്ട് മക്കളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു ഫാക്ടറും കൂടിയാണ്. സോ ബി കെയർഫുൾ. നമ്മൾ പ്രസവിച്ച മക്കൾ രണ്ടുപേരും
അന്യോന്യം എപ്പോഴും സ്നേഹത്തോടെ ഇരിക്കണമെങ്കിൽ ബാലൻസ് ചെയ്യണം. പിന്നെ ഒരു പക്ഷേ ഒരാൾ കുറച്ചും കൂടി വിസ്ഡം ഉള്ളവരാണെങ്കിൽ അവർ ബാലൻസ് ചെയ്തോളും. കാരണം ഇത് എടുത്തുകൊണ്ട് പോകാൻ പോകണില്ലല്ലോ, അലക്സാണ്ടർ പറഞ്ഞ പോലെ ഞാൻ കൊണ്ടുപോകുന്നില്ല, എൻ്റെ കൈകൾ കണ്ടില്ലേ, കൈ ഫ്രീ ആയിട്ടാണ് ഇട്ടിരുന്നത് അദ്ദേഹം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റിയും കൂടി വെച്ചോളൂ കേട്ടോ. പിന്നെ ഇപ്പം നടക്കുന്നത് ഒരു കല്യാണ മഹാമഹമാണ്. അതിനെപ്പറ്റി ഇവിടെ പറയണമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കിഷ്ടമാണ് ആ കല്യാണ മഹാമഹം നമ്മുടെ അംബാനീസിൻ്റെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതുവഴി ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, അവർ പ്രീ വെഡ്ഡിങ് ഒക്കെ ചെയ്തപ്പോൾ ആൾക്കാർ കുറേ ഇതിൻ്റെ അടിയിൽ വന്നിങ്ങനെ കമൻറ്റ് ഇട്ടു, എന്താ അത് ഇവർ ഇത്രയും എന്തിനാ കളയുന്നത്. അവരുടെ ഒരു ഭാഗം വെൽത്ത് സൊസൈറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ കല്യാണങ്ങൾ. രാജാസൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനെ ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ അപ്പോഴാണ് കുക്കിന് പണിയുണ്ടാവും, പച്ചക്കറിക്കാർക്ക് പൈസ കിട്ടുന്നു, എന്തെല്ലാം പൂക്കൾ അവർക്ക് കിട്ടുന്നു അല്ലേ, അഗ്രികൾച്ചർ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നു, പിന്നെ ഫ്ലോറിസ്റ്റിന് കിട്ടുന്നു, പിന്നെ അതിൻ്റെ അലങ്കാരങ്ങൾ ചെയ്യുന്നവർക്ക് കിട്ടുന്നു, ഡിസൈനേഴ്സിന് കിട്ടുന്നു, ക്ലോത്ത് മാനുഫാക്ചറേഴ്സിന് കിട്ടും. എത്ര ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും കുറേയൊക്കെ. പക്ഷേ അങ്ങനെ ആലോചിച്ച് നോക്കൂ, അപ്പം നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലോ അത്രയൊന്നും. അപ്പോൾ ഉള്ളവർ ചെയ്യട്ടെ. പിന്നെ അതേപോലെ തന്നെ അവർ വന്നിട്ട് ഇപ്പം കുറേ പാവം ആൾക്കാർക്ക് വേണ്ടിയിട്ട് കന്യാദാനം ചെയ്യുന്നതൊക്കെ കണ്ടായിരുന്നല്ലോ. ദേ ഡൂയിങ് ഇറ്റ്. പിന്നെ മറ്റത് അവരുടെ ഒരു മനസ്സന്തോഷം. അവർ ഇത്രയും വെൽത്ത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ദേ ഹാവ് ടു ഷോ ലിറ്റിൽ ബിറ്റ് ഓഫ് എന്താ പറയണ, വെൽത്തിനോടൊരു സ്നേഹം അവർക്കുണ്ടാവുമല്ലോ അല്ലേ. കാരണം അവർ വെൽത്തി മൈൻഡ് സെറ്റ് ഉള്ളവരായതുകൊണ്ടാണല്ലോ വെൽത്ത് ഇങ്ങനെ അവരിലേക്ക് തന്നെ കുമിഞ്ഞു കൂടുന്നത് അല്ലേ. അപ്പോൾ അവർ ചെയ്തോട്ടെ, എന്തു പറയുന്നു, അതുകൂടെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇനി ഒരു കാര്യം, ഈ കടം ഉണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നില്ലേ, അതെന്താണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകും ബിസിനസ് നടത്തുന്നവർ. വളരെ മിറ്റിയോറിക് റൈസ് ആയിരുന്നിരിക്കും അവർക്ക് കേട്ടോ. ചെറുപ്പത്തിലെ മുതൽ കഷ്ടപ്പെട്ട് അവർ പെട്ടെന്ന് പണക്കാരാവും. ആ പണം പെട്ടെന്ന് പോവുകയും ചെയ്യും, പക്ഷെ പിന്നെയും പെട്ടെന്ന് പണക്കാരാവും. എന്താണെന്നറിയോ? അത് വന്നിട്ട് അവർ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാട്ടോ. അവർ വന്നിട്ട് എപ്പോഴും അവരുടെ മനസ്സിൽ വെൽത്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വെൽത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ ഇത് പോവോ എന്നുള്ള ചിന്തയാവും. ആ പോവോ എന്നുള്ള ചിന്ത വന്നു കഴിയുമ്പോൾ വെൽത്ത് പോവും. അത് കഴിഞ്ഞ് വെൽത്ത് പോയി കഴിയുമ്പോൾ പിന്നെ ആ ചിന്തയില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അയ്യോ നമുക്ക് ഈ വെൽത്ത് വരണം എന്നുള്ള ചിന്തയാവും. അപ്പോൾ അത് തിരിച്ചു വരും. പിന്നെ അടുത്ത സൈക്കിൾ വരുന്നതിന് മുമ്പ് അവരുടെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇത് പോവോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് അംബാനീസ് ചെയ്യുന്നത് അല്ലേ. നിങ്ങളുടെ തോട്ട്സും കൂടെ പറയൂ കേട്ടോ. ഇതൊക്കെ എൻ്റെ തോട്ട്സാണ്. എനിക്ക് ഈ തോട്ട്സൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്സ് ആയിരിക്കും ഇത്. സോ ഞങ്ങളിങ്ങനെ ചിന്തിക്കാറുണ്ട് ചേച്ചി, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഒന്ന് താഴെ എഴുതണേ. ഓക്കെ, അപ്പം നാളെ ഇനിയും ഒരു ചിന്തയായിട്ട് വീണ്ടും വരാം. ബൈ.